തൂത്തുവാരി കഴിഞ്ഞില്ലേ? ഇല്ല, കഴിഞ്ഞില്ല. ഒരു ദിവസം എല്ലാം കൂടി ഞാൻ തൂത്തുവാരും. തന്റെ അലക്കിതുവരെ തീർന്നില്ലടോ? തീർന്നേ. ഇയാൾക്കിട്ട് ഒരു ദിവസം ഞാൻ ഒരു അലക്കും. ഷർട്ടും പാലും തേച്ചോ? തേച്ചേ. എന്റെ പറഞ്ഞ എന്നെ കൊണ്ടൊന്ന് പറയിപ്പിക്കേണ്ട പെരട്ട് കളവ്. ഇങ്ങോട്ട് വരാൻ. വരുന്നു സാറേ. ബെഡ്ഷീറ്റ് പുതിയത് മാറ്റി വിരിച്ചോളൂ. വിരിച്ചു സാറേ. ഇയാൾക്ക് പായ കിടന്ന് മൂത്രമുള്ള സുഖമുണ്ട് പണ്ടാറക്കാലം. ദേഹം അനങ്ങി വല്ല പണിയും ചെയ്യടോ. ദേഹം അനങ്ങിക്കൊണ്ടിരിക്കുകയാണേ. ഇവിടുത്തെ പണി മുഴുവൻ നിന്റെ അപ്പനോടാ ചെയ്യണം. പാത്രം എടുത്തിട്ടോ. ഇയാളെന്തായാലും പിച്ചയ്ക്കും പോണ്ട. ദേ ഞാൻ പറഞ്ഞു, ഇവിടുന്ന് വിളിച്ചു പറഞ്ഞാൽ കേൾക്കില്ല. അതുകൊണ്ട് അയ്യോ കുറെ നേരമായി വിളിക്കണേ. ആ സാർ ഇവിടെ ഉണ്ടായിരുന്നു, ഞാൻ കണ്ടില്ല. ഞാൻ ഈ സ്ത്രീയെ കണ്ടു. ഇയാളെന്താ പട്ടിയെ പോലെ നിന്ന് കിടക്കുന്നത്? പറയണ ജോലികളൊക്കെ ചെയ്ത് തീർക്കണ്ടേ സാറേ? ഇതെന്താ ഇത് പ്ലേറ്റ് അല്ലേ? ഇതിനകത്ത് തിന്നാനൊന്നും ഇല്ലെന്ന്. ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എപ്പോ ഉണ്ടാക്കി തരാം. എത്ര? ഒരു 2 മണിക്കൂർ വെയിറ്റ് ചെയ്ത് എപ്പോ തരാം. ആണോ? അതെ. എന്തേ ഓണത്തെങ്ങാനും പോയി വല്ല മാഴ്ചനും അടവും. 2 മണിക്കൂർ വെയിറ്റ് ചെയ്യാനോ? ഇത് മിന്നാമിനിങ്ങിന്റെ നുറുങ്ങു വെട്ടോ? വെട്ടവും വിളിച്ചൊന്നും ഇല്ലേ? ആ തിരി ഒന്ന് പൊക്കി വെച്ചൂടെ? മണ്ണെണ്ണയൊക്കെ തീർന്നോ? എല്ലാം വാങ്ങിച്ചു വെക്കാൻ ഞാനും തീർക്കാൻ നെയ്യും. ആ എട് വെള്ളവും ഗ്ലാസ്സും എട്. ഭയങ്കര ഗ്യാസ് ട്രബിൾ. ഇതെന്തിനാ 2 ഗ്ലാസ്? അപ്പൊ നീ അടിക്കുന്നില്ലേ? ഞാനേ അടിക്കുന്നുള്ളൂ. ഞാൻ അടിച്ച് ഒരു ലെവലാകുമ്പോ മിച്ചം ഉണ്ടെങ്കിൽ നീ അണിച്ചാ മതി. അങ്ങനെ മിച്ചം ഉണ്ടാക്കി സാർ എനിക്ക് സൗജന്യമൊന്നും ചെയ്യണ്ട. അതുകൂടെ നീ അങ്ങ് വിഴുങ്ങിക്കോ. എടാ എച്ചി, ഒരു മുറിയിൽ 2 പേര് താമസിക്കുമ്പോ ചിലപ്പോ ഒരാളുടെ കയ്യിൽ 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. 1-2 രൂപ കുറഞ്ഞെന്നിരിക്കും. പക്ഷെ നിന്നെ പോലെ ഒന്നുമില്ലാത്ത ഒരു ദരിദ്രവാസിയെ ഒരുത്തനും കൂടെ താമസിപ്പിക്കില്ല. എടാ ഇതാരുടെ വീടാ? ഊണൂരിലെ ചത്തുപോയ ഭൂതലിംഗം ഉണ്ടാക്കി. ഇപ്പൊ കറുപ്പയ്യയുടെ കസ്റ്റഡിയിൽ. അയാൾക്ക് പട്ട മേടിച്ചു കൊടുത്ത് വാടക കൊടുക്കാതെ ഞാനിവിടെ താമസിക്കും. എലനക്കി പട്ടിയുടെ കിറുനക്കി പട്ടിയായിട്ട് എന്റെ കൂടെ നീയും. എടാ എലനക്കി, ഒരു ദിവസം 10 കാശ് ഞാൻ ഉണ്ടാക്കൂടാ. ഇത് പറയാൻ തുടങ്ങിയിട്ട് നാളെ എത്രയായി? എടാ ബുദ്ധൂസേ, കാശ് സമ്പാദിച്ച് പണക്കാരനാകാന്ന് വെച്ചാൽ മൂത്ത് വരച്ച് കുഴി പോകത്തേ ഉള്ളൂ. അതുകൊണ്ടാണ് കിട്ടുന്ന കാശ് വർഷം തോറും കൂട്ടി വെച്ച് ഞാൻ കുതിര കളിക്കുന്നത്. കിട്ടിയാ ഊട്ടി, ഇല്ലെങ്കിൽ ചാട്ടി, അത്രേ ഉള്ളൂ. നീ നോക്കിക്കോ, ചാവുന്നതിന് മുമ്പ് ഒരു ദിവസം ഈ ഊട്ടി പട്ടണത്തിൽ കാശ് വീശി ലാവിഷായിട്ട് ഞാൻ വലസും. ഈ നിശ്ചൽ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ ഓഫ് ഇന്ത്യ. ഇതാണ് ഇവിടുത്തെ ഏറ്റവും വലിയ ഹോട്ടൽ. നല്ലവിടെ മാഡം, ഇത് നാരായണൻകുട്ടി, എന്റെ സ്വന്തം ആളാ. അതെ, ഇത് നന്ദിനി തമ്പുരാട്ടി, തൃപ്പൂണിത്തറ കോവിലകത്തെ. ഇതുപോലെ 3-4 ഹോട്ടലുകളുടെ ഉടമസ്ഥയാ. അതെ, എനിക്ക് ഈ ഹോട്ടലിൽ റൂം വേണം. ഇവിടുത്തെ ഏറ്റവും വലിയ റൂം വേണം. അയ്യോ, ഇവിടെ സൂട്ടൊന്നും ഒഴിവില്ലയോ? അങ്ങനെ പറയല്ല നാരായണൻകുട്ടി. മാഡത്തിനോട് ഞാൻ വളരെയധികം റിക്വസ്റ്റ് ചെയ്യാൻ ഇങ്ങോട്ട് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നെ നാണം കെടുത്തരുത് പ്ലീസ്. ഒരു 15 മിനിറ്റ് ഒന്ന് വെയിറ്റ് ചെയ്യാൻ റൂം വഴി. അവർ പുറത്ത് കറങ്ങാൻ പോയിരിക്കും. വൈകിട്ട് ചെക്കൗട്ട് ചെയ്യാന്ന് പറഞ്ഞിരിക്കും. നാരം പ്ലീസ് ആ ലോഞ്ചിലോട്ട് തിരിക്കും. റൂം ശരിയാണോ? അത് മതിയല്ലേ? അത് മതി. മാഡം അങ്ങോട്ടിരിക്കാം. ഇവിടെ വലിയ പ്രയാസമാണ് റൂം കിട്ടാൻ. പക്ഷെ മാഡത്തിനോട് ഇഷ്ടപ്പെടും. ഓൾ ഫെസിലിറ്റീസ്, ഹെൽത്ത് ക്ലബ്, സ്വിമ്മിംഗ് പൂൾ, വെജിറ്റേറിയൻ ആൻഡ് നോൺ വെജിറ്റേറിയൻ, വണ്ടർഫുൾ റെസ്റ്റോറൻറ്റ്സ്, 24 hours സർവീസ്. ആ കൗണ്ടർ നിൽക്കുന്നവരെ വെട്ടിച്ചാ നമുക്ക് റൂം തന്നത്. നല്ല ഡീസന്റ് കക്ഷിയാ നാരായണൻകുട്ടി. വെരി ഗുഡ് ജെന്റിൽമാൻ. മാഡം എന്തോ വലിയ ആലോചനയിലാണെന്ന് തോന്നുന്നു. ഇനി എന്റെ സർവീസ് ഒന്നും ആവശ്യമില്ല. റൂം ഉടനെ കിട്ടും. അല്ല, ഇത് എന്റെ ഒരു തൊഴിലും വരുമാനവും ഒക്കെയാണ്. ഇങ്ങനെയൊക്കെയാണ് എന്തെങ്കിലുമൊക്കെ കിട്ടുന്നത്. ഒരു എന്തെങ്കിലും അല്ല ഇത് പോരെ? അയ്യോ മതി. ഞാൻ നാളെ വേണമെങ്കിൽ വരാം. നാളെ മാഡത്തിന് റൂം എടുക്കാൻ കൊടുക്കട്ടെ? അമ്പോറ്റി 82 രൂപയിലെ തരാനുള്ളത്. 100 രൂപ ബാക്കി വെച്ചോണം. ഇന്ന് നല്ല കോൾ അടിച്ചിട്ടുണ്ടോ തോന്നുന്നു.
ക്യാച്ച്. വാ പൊളിച്ച് വെച്ച് അകത്തോട്ട് ഒഴിക്കും. ഇത് കണ്ടോ, ചപ്പാത്തിയും കോഴി വറുത്തതും. നിന്റെ ചള്ള വയറ് നിറച്ച് തിന്ന്, ആർത്തി കുറയട്ടെ. എവിടുന്നോ മിലിറ്ററി? എവിടുന്നോ? എന്റെ കയ്യിലുള്ള കാശ് കൊടുത്തു വെച്ച് വാങ്ങിച്ചു. അല്ലാതെ നിന്നെ പോലെ കയ്യിൽ കാശ് വെച്ച് എച്ചിത്തരം കാണിക്കുന്ന സ്വഭാവം എനിക്കില്ല. നീ ഇത് കണ്ടോ, 100 രൂപയുടെ നോട്ട്. ഒറ്റ നോട്ടായിട്ട് ഇതിനു മുമ്പ് കണ്ടിട്ടുണ്ടോ നീ? എവിടുന്ന് മോഷിച്ച? മോഷണം നിന്റെ അച്ഛന്റെ ജോലിയാണ്. അല്ലാതെ നിനക്ക് ഇത്രയും കാശ് എവിടുന്ന് കിട്ടാൻ? നീ രാജയോഗം എന്ന് കേട്ടിട്ടുണ്ടോ? എന്നാ അങ്ങനെ ഒന്നുണ്ട്, അതെന്റെ ജാതകത്തിലുണ്ട്. ഇന്ന് കാലത്ത് മുതൽ രാജയോഗം എനിക്ക് തുടങ്ങിയിരിക്കുകയാണ്. രാജകുമാരി രാജയോഗവുമായി രാവിലെ ഊട്ടി റെയിൽവേ സ്റ്റേഷനിൽ വന്നിറങ്ങി. ആര്? തെളിച്ചു പറ. എന്തൊരു ഐശ്വര്യമാണെന്ന് നോക്ക്. കണ്ണുകളുണ്ടല്ലോ നമ്മുടെ 2 വൈരക്കല്ല് എടുത്ത് വെച്ച് പൊള്ളിക്കും. മൂക്കിന്റെ കാര്യമാണെങ്കിൽ പിന്നെ പറയണ്ട. മൂക്കില്ലേ? മൂക്കുണ്ട്, പക്ഷെ നിന്റെ പോലത്തെ നത്ത് മൂക്കല്ലടേ. മുഖവും ചുണ്ടൊക്കെ ഉണ്ടല്ലോ, നല്ല ചൊവചവാന്നിരിക്കും. ഞാൻ വിചാരിച്ചത് സായിപ്പിന്റെ കുട്ടിയാണ്. നല്ല സ്റ്റൈലും വേഷം. ഇംഗ്ലീഷ് ആണെങ്കിൽ പിന്നെ ചടപടപടപടപട. അല്ല, നീ കേൾക്കണം, നമ്മുടെ ഈ സ്റ്റൈലൊക്കെ കണ്ടപ്പോ അവൾ എന്നോട് ചോദിക്കാണ്, would you like to share some nice time with me and we'll go and enjoy the band, we'll come back and we'll share. എന്ന് വെച്ചാ ഓ, നിനക്ക് എന്നെ പോലെ ഇംഗ്ലീഷ് അറിഞ്ഞൂടല്ലോ. നിനക്കറിയാവുന്ന ഇംഗ്ലീഷ് 2 വാക്കല്ലേ? വെൽക്കം ടു ഊട്ടി, നൈസ് ടു മീറ്റ് യു. അത്രയും അറിഞ്ഞാ മതി. അത് വെച്ച് നിന്നെ പോലെ ഒരു കാളയെ എത്ര കാലം തീറ്റി പോറ്റിയില്ലേ? എനിക്ക് നിന്റെ തീറ്റയും വെള്ളവും വേണ്ടെങ്കില. അവൾ എന്നോട് പറയാണ്, hey handsome, I am going to take you with me. എടാ സുന്ദരക്കുട്ട, ഞാൻ നിന്നെ ദത്തെടുത്തോട്ടെ എന്ന്. ഞാൻ പിന്നെ ഓക്കെ എന്ന് പറഞ്ഞു. ഒരു 1000 rupees എടുത്തു തന്നു. എന്നിട്ട് പറയാണ്, ഗുഡ് ബൈ, ഗുഡ് നൈറ്റ്, സീ യു ടുമോറോ, സ്വീറ്റ് ഡ്രീം. അവിടെ വരെ കഥ നിൽക്കുകയാണ്. അവൾ എവിടെ താമസം? അവൾ എവിടെ താമസം? ഹോട്ടൽ റോയൽ ടവറിൽ റോയൽ സൂട്ടിൽ നന്ദിനി തമ്പുരാട്ടി ഫ്രം റോയൽ ഫാമിലി വിശ്രമിക്കുകയാണ്. നാളെ കാലത്ത് ഞങ്ങൾ വീണ്ടും. എനിക്ക് 2 ഫോട്ടോസ് എടുത്താൽ കൊള്ളാവുന്നുണ്ടറിയാ. നീ എന്നെ നന്നായിട്ട് ഇത് പരിചയപ്പെടുത്തി തരണം. നന്നായിട്ടെന്നല്ല, നിനക്ക് ഞാൻ പരിചയപ്പെടുത്തി തരികേയില്ല. ബിക്കോസ് യു ആർ എ പര എച്ചി. നിനക്ക് നന്ദിനി തമ്പുരാട്ടിയെ പരിചയപ്പെടാനുള്ള സ്റ്റാറ്റസ് ഇല്ല. നീ വെറും ചീപ്പാണ്. എങ്കിലും ഇത്രയും കാലത്തെ ഫ്രണ്ട്ഷിപ്പ് വെച്ച് നിനക്ക് ഞാനൊരു ഫേവർ ചെയ്യാം. മിക്കവാറും ഞങ്ങൾ അടുത്ത ആഴ്ച സിംഗപ്പൂരിലേക്ക് പോവാണ്. എവിടെ? സിംഗപ്പൂരിലേക്ക്. അവിടെ ഞങ്ങൾ ഇങ്ങനെ ലാവിഷ് ആയിട്ട് ജീവിക്കുമ്പോ ഇവിടെ ടൂറിസ്റ്റുകളുടെ ഇടയിൽ ക്യാമറയെ കടിച്ചു തൂക്കി കുറച്ച് നടക്കുന്നത് നിനക്ക് സിമ്പതിയുടെ പുറത്ത് വല്ലപ്പോഴും കുറച്ച് ഡോളേഴ്സ്, ഐ മീൻ സിംഗപ്പൂർ ഡോളേഴ്സ് മണി ഓർഡർ ആയിട്ട്, എങ്ങനെ മണി ഓർഡർ ആയിട്ട് അയച്ചു തരാം. ഇപ്പോ എന്റെ രാജയോഗത്തിന്റെ ട്രീറ്റ് ആയിട്ട് ഇതെടുത്ത് വെച്ച് നക്ക്. യെസ്. എന്താ ആന്റണി? ഹോട്ടലിലേക്ക് എല്ലാം പറഞ്ഞു. ഓ അളിയാ, ഞാനൊന്ന് ഹോട്ടലിലോട്ട് പോയിട്ട് വരാം. തമ്പുരാട്ടിക്ക് എന്തെങ്കിലും അത്യാവശ്യം കാണും. രാത്രി ഞാൻ ചിലപ്പോഴേ വരുള്ളൂ. ഡിന്നർ അവരുടെ കൂടെ ആയിരിക്കും. ചിലപ്പോൾ ഞാൻ അവിടെ കിടന്നുറങ്ങിയെന്ന് വരും. പ്ലീസ് ഡോണ്ട് മിസ്അണ്ടർസ്റ്റാൻഡ് മീ, ഓക്കെ? എന്നെ ആരെങ്കിലും അന്വേഷിച്ചാൽ ഞാൻ ഹോട്ടൽ റോയൽ ടവറിൽ കാണുമെന്ന് പറയണ്ട. അവർക്കൊരു ഡിസ്റ്റർബൻസ് ആയാലോ. ഓക്കെ, ബൈ ബൈ, സീ യു.